എന്നാ കഞ്ഞി കുടിക്കാൻ നിർബന്ധിച്ച് നമ്മളെന്താ കഞ്ഞി വെള്ളം കാണണ്ടെടുക്ക? രണ്ടുപേരും രണ്ട് ഭാഗത്ത് നിന്ന് കൈക്ക് ബിരിയാണിക്കാന്ന് പറഞ്ഞ ഒരേ നിർബന്ധം. നമ്മളെന്താ കഴിക്കേണ്ടത് ഇങ്ങക്ക് അറിയാല്ല. പറ്റി തീർക്കണം കേട്ടോ. ഈ പ്രമാണി ജമുഞ്ഞിടത്തിലെ കുഞ്ഞാപ്പൂന്റെ ഉപ്പ തിരൂരങ്ങാടിക്കാരന്റെ ഉമ്മറ് ആരായിരുന്നു അറിയാമോ മോൻ? അതൊന്നും പറയാതിരിക്കുന്ന കല്യാണമേ നമുക്ക് നല്ലത്. നമ്മളെന്തിനാ നമ്മുടെ നാവ് ചുമ്മാ ബെടക്കാക്കണത്? ഈ കുഞ്ഞാപ്പൂന്റെ മൂത്ത പെങ്ങൾ സൂരന്തി വളാഞ്ചേരിന്ന് കെറ്റുവനായിട്ട് തെറ്റിപ്പിരിഞ്ഞ് ഇവിടെ കുടിയിൽ വന്ന് നിൽക്കണത് എന്തിനല്ലെങ്കിൽ അതൊക്കെ പറയണം. നല്ലൊരു ബന്ധമായിട്ടാ ഞാൻ ചെന്നത്. അപ്പൊ ചെക്കനാവും മതി. ഇനി കല്യാണം നമുക്കറിയാമോ ഇവൻ എന്താണ് നിക്കാഹിന് സമ്മതിക്കാത്തതെന്ന്? ഒന്നും പറയാതിരിക്കാണ് കല്യാണി അമ്മ നമുക്ക് നല്ലത്. അതെങ്ങനെ അഭിരാനിക്കാ ശരിയാകുന്നേ? ഈ ചോദിച്ചതിനൊക്കെ ഉത്തരം പറയാതെ ഇങ്ങളെ ഞാൻ ഇവിടെ നിന്ന് വിടൂല. എന്റെ പൊന്നു മോനെ, ഞാൻ ഇന്നെ എന്റെ കുടുംബത്തെ കുറിച്ച് ഒരു കുറ്റവും പറഞ്ഞില്ല. പഠിച്ചവരാണോ സത്യം? ടീച്ചറെ, ഒരു 3 കുറ്റി പുട്ടിങ് എടുത്തോളി. എനിക്കല്ല, വീരാനിക്ക. വീരാനിക്ക അമ്മമ്മയോട് 3 ചോദ്യങ്ങൾ ചോദിച്ചു. 3നും അമ്മമ്മയ്ക്ക് ഉത്തരം അറിയില്ല. എന്നാ പിന്നെ ആ ഉത്തരങ്ങൾ അമ്മമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാതെ ഇങ്ങളെ ഇവിടുന്ന് വിടുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അല്ല മോനെ, എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞിരിക്കാന്ന്. അനങ്ങിപ്പോകരുത്. ചോദ്യം 1, ഇങ്ങളെന്റെ ഉപ്പാനെ പറ്റി എന്താ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല. വീരാനിക്ക, പ്രമാണി ചമഞ്ഞ് നടക്കുന്ന തിരൂരങ്ങാടിക്കാരൻ എന്റെ ഉപ്പ ഉമ്മർ യഥാർത്ഥത്തിൽ ആരായിരുന്നു? എത്രക്കാരനായിരുന്നു? എന്താ? ഈ കരണിപ്പണിയുടെ ആള് ഇലക്ട്രീഷ്യൻ. ചോദ്യം 2, വളാഞ്ചേരിന്ന് എന്റെ പെങ്ങള് സുഹറ ഭർത്താവുമായിട്ട് പിണങ്ങി എന്താ കുടിയിൽ വന്ന് നിൽക്കുന്നത്? അവിടുത്തെ കാലാവസ്ഥ പിടിക്കാൻ അത്ര തന്നെ. ചോദ്യം 3, ആ ചോദ്യത്തിന് ഉത്തരത്തിന് ഞാൻ മറുപടി പറഞ്ഞോളാം. ചോദ്യം, ഈ എന്താണ് നിക്കാഹ് കഴിക്കാണ്ട് മാറിയും തിരിഞ്ഞും കളിക്കണത്? ആൻസർ, ആമിനെ കെട്ടിച്ചു വിടണം. സൂറാന്റെ കെട്ടിയോനായിട്ടുള്ള കച്ചറ തീർക്കണം. അത്രേ ഉള്ളൂ. നമ്മള് വേണ്ടാത്തൊന്നും പറഞ്ഞില്ല മോനെ. ഈ ഓർഡർ ചെയ്ത പുറ്റു വന്നില്ല. ടീച്ചർ മറന്നു കാണും. ഒന്നുകൂടി ഓർഡർ ചെയ്യും. മറന്നതല്ല, വേവുന്നതേ ഉള്ളൂ. എന്താടാ ബീരാനിക്കായുമായിട്ടൊരു കച്ചറ? കച്ചറൊന്നുമില്ല. ഞങ്ങളിങ്ങനെ വെറുതെ നാട്ടുപഞ്ചായത്തൊക്കെ പറഞ്ഞ്. എന്താ മാഷെ, കഴിഞ്ഞ ആഴ്ചത്തെ മൂകാംബിക ട്രിപ്പിന്റെ നാളെ ഒരു എയർപോർട്ട് ഓട്ടം ഉണ്ട്. അതുകൊണ്ട് രാത്രി വരില്ല. അതുവഴി അങ്ങ് പോകും. രാത്രി ഓട്ടം ബുദ്ധിമുട്ടല്ലേടാ? അതൊന്നും സാരമില്ല. വരട്ടാ. കാര്യം സ്വജാതിയാണെങ്കിലും പറയേണ്ടത് പറയണല്ല. ഓൻ ആരാണെന്ന് അറിയാമോ? ആരാ? കുഞ്ഞാപ്പൂ. ഓനൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. സൂക്ഷിച്ചാ ദുഃഖിക്കണമെന്നാണ് നിങ്ങളുടെ ജാതിക്കാർ പറഞ്ഞേക്കണത്. ടീച്ചറെ, പുട്ടിന് വേവ് കൂടിക്കാണോ? ചന്ദ്ര, എടാ ചന്ദ്ര, അല്പന്മാർ അർദ്ധരാത്രിയിലും കുടപിടിക്കും എന്ന് കേട്ടിട്ടുണ്ട്. അല്പന്റെ ഉപ്പ. അയ്യോ, മാമനായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. മാമ സാജുറായിന്റെ പഠിത്തത്തിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഓക്ക് സാമൂഹ്യ ശാസ്ത്രത്തിനും ബയോളജിക്കും മാർക്ക് കുറവായിരുന്നു. ഞാൻ ഓളോട് പ്രത്യേകം പറഞ്ഞു നമ്മുടെ കാവുന്തറ പിഷാരടി മാഷിന്റെ അടുത്ത് ട്യൂഷന് പോകണമെന്ന്. അല്ല, പോകുന്നുണ്ടോടി നീ? വിടുന്നുണ്ടോ മാമ? സാമൂഹ്യ പഠനത്തിനും ബയോളജിന്റെ മോക്ക് കിട്ടിയ മാർക്ക് മതി. ജീപ്പ് കയ്യാ വന്ന എന്റെ മോക്ക് മാർക്ക് ഇടണ്ട. അപ്പോഴേക്കും പിണങ്ങിയോ? നല്ല മാർക്ക് വാങ്ങി പാസ്സായില്ലെങ്കിൽ ഒടുക്കം സ്ത്രീധനം ഞാൻ കുറച്ച് കൂടുതൽ ചോദിക്കും. അപ്പ മാമൻ എന്നെ കുറ്റം പറയരുത്. കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടിക്ക് ആഭാസന്മാര് കാരണം വൈനടക്കാൻ പറ്റണ്ടായ. ഓഹോ, ഈ മാമേ പണ്ട് ഇതുപോലെ ബിയാത്ത് താത്ത സ്കൂളിൽ പോകുന്ന വഴിക്ക് എന്ന് കയ്യും കലാശം കാണിച്ചാണ് ബിയാത്ത് താത്താനെ നിക്കാഹ് കഴിച്ചെന്ന് ഉമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സത്യത്തിൽ മാമ, പ്രേമം ഒരു തെറ്റാണോ, വിവാഹം ഒരു കുറ്റമാണോ? പറയൂ. വൈന് മാറിക്കട ബലാലേ. വന്നോളി. എന്നാ പിന്നെ നീ എന്നെ ഫോൺ വിളിച്ചാ മതി. അങ്ങനെയാണ് എന്നെ ബൂത്ത് നിന്ന് വിളിക്കുക. എന്റെ നമ്പർ ഓർമ്മയുണ്ടല്ലോ. സാജറ, നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിക്കരുത്. ചോദിക്കാനുള്ളവർ ഓരോരുത്തരായിട്ട് ചോദിക്കണം. മമ്മൂക്ക ഈയിടെ ഒരു പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുകയും വിവാദപരമായ ഒരു പ്രസ്താവന നടത്തുകയും ചെയ്തു. അതെന്തിനായിരുന്നു അറിഞ്ഞാൽ കൊള്ളാം. ബിനീഷിന്റെ ചോദ്യത്തിൽ തന്നെ തെറ്റുണ്ട്.
ഒരു പാർട്ടി യോഗത്തിലല്ല മമ്മൂക്ക പങ്കെടുത്തത്. സുകുമാർ അടിക്കോട്, ഡോക്ടർ അനന്തമൂർത്തി, MT വാസുദേവൻ നായർ തുടങ്ങിയ പ്രമുഖ സാംസ്കാരിക നായകന്മാർ പങ്കിട്ടുള്ള വേദിയാണത്. ഏതെങ്കിലും ഒരു ജാതിയുടെയോ മതത്തിന്റെയോ പേരിലുള്ള വേദിയിൽ നമ്മൾ ഇന്ന് വരെ മമ്മൂക്കയെ കണ്ടിട്ടുണ്ടോ? എന്നാലോ അദ്ദേഹം ഒരു അടിയുറച്ച മതവിശ്വാസിയാണെന്ന് താനും. അതാണ് മമ്മൂക്ക. പിന്നെ നിങ്ങളെയും എന്നെയും പോലെ ഈ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റി മൂപ്പർക്കുണ്ടാവില്ല ഒരു അഭിപ്രായം. രാജ്യദ്രോഹപരമായ ഒരു പ്രസ്താവനയൊന്നും മമ്മൂക്ക നടത്തിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സത്യമെന്ന് തോന്നിയത് വെട്ടി തുറന്നങ്ങ് പറഞ്ഞു. അതെ അതെ, ഇന്നത്തെ കാലത്തൊരു സത്യം പറഞ്ഞത് തെറ്റാണോ? നിങ്ങൾ പറ, അല്ലേ? അതെ, ഇപ്പോ അടുപ്പിച്ച് മമ്മൂട്ടി സാർ 4 കോമഡി സിനിമകൾ അഭിനയിച്ചു കഴിഞ്ഞു. ഇനി എന്നാണ് ഒരു ആക്ഷൻ പടം ചെയ്യുന്നത്? ബഷീർ രോഷാകുലനാകരുത്. ദാമോദരൻ മാഷ് തിരക്കഥ എഴുതി തുടങ്ങിയിട്ടുണ്ട്. മാഷിന് തിരക്കഥ പൂർത്തീകരിക്കാനുള്ള സമയം നമ്മൾ കൊടുക്കണ്ടേ? 2 വർഷമായില്ലേ നിങ്ങളിത് പറയാൻ തുടങ്ങിയിട്ട്? മഞ്ചേരി ദേവകിയില് മമ്മൂക്കയുടെ 4ാമത്തെ സിനിമയാണ് 100ാം ദിവസം തയ്ക്കാൻ പോകുന്നത്. ഈ വർഷമെങ്കിലും നിങ്ങൾ മമ്മൂക്കയെ മഞ്ചേരി കൊണ്ടുവരൂ, അതിപ്പറയണം. സുഹൃത്തുക്കളെ, പുന്നമടക്കായൽ നീന്തി കിടക്കുന്നതിനേക്കാൾ ശ്രമകരമായ ഒരു കാര്യമാണ് നിങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. എങ്കിലും ശ്രമിക്കാം. തന്നെ നിറകൊണ്ട വേനലിൽ എന്തെങ്കിലും ഒരു ഇടമഴ പെയ്യാണ്ടിരിക്കില്ല. മഴ പെയ്താൽ എന്തെങ്കിലും ഒന്ന് മുളച്ചുണ്ടാകാണ്ടിരിക്കില്ല. അങ്ങനെ മുളച്ചുണ്ടായാൽ അതുമായിട്ട് അവിടെ വന്ന് എന്റെ അണ്ണാക്കിലേക്ക് തിരികെ തരാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇനി അതും കേട്ടിരിക്കാൻ പുരുഷു 2ാമത് ജനിക്കണം. കണ്ണീരും കൈയുമായിട്ട് പണം പലിശയ്ക്ക് വാങ്ങാൻ വരുമ്പോ സകല നായിന്റെ മക്കൾക്കും പുരുഷു ദൈവമാണ്. ഭയങ്കര ഭയഭക്തി ബഹുമാനം. കാശും വാങ്ങിപ്പോയി അവനോട് കാര്യം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പരുന്ത് ബ്ലേഡ് കൊടുവാട് കൊള്ള പലിശക്കാരൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെ സൂര്യാസ്തമനം എന്നൊന്നുണ്ടെങ്കിൽ അവിടെ എന്റെ മേശപ്പുറത്ത് എന്റെ മുതലും പലിശ ഉണ്ടാവണം. പണത്തിന് മീതെ പരുന്ത് പറക്കൂല, പക്ഷേ പുരുഷു പറക്കും, പറന്നിറങ്ങും. അതാണ് പരുന്ത് പുരുഷോത്തമൻ. കട്ട്. ഓക്കെ ഓക്കെ, അപ്പൊ അടുത്തത് കൊണ്ടോട്ടിന്ന് കുഞ്ഞാപ്പവും ചന്ദ്രനൊക്കെ വന്നിട്ടുണ്ട്. റസാക്കെ, പപ്പനോട് ഷൂട്ട് ചെയ്തിരിക്കുന്ന ഫിലിം എടുത്ത് വെക്കാൻ പറ. ലോകന്മാർ അതടിച്ചോണ്ട് പോകും. ഇവരാണോ ഫിലിം പെട്ടി തട്ടിക്കൊണ്ടുപോയ പാർട്ടികള്? ആ കൂളിംഗ് ഗ്ലാസ് വെച്ച് നിൽക്കുന്നില്ല, അവനാണ് കുഞ്ഞാപ്പു. കണ്ടടാ, അവന്റെ നിപ്പം ഭാവമൊക്കെ ഉണ്ടാ തോന്നും അവനാണ് മമ്മൂട്ടിയെ സ്റ്റാറാക്കിയത്. ഇവൻ നമ്മുടെ പുളിയാങ്കുന്നിലെ നബീസുമാന്റെ മോനാ. ആള് മഹാജഗല. നിങ്ങളുടെ ഫാനാവാൻ പറ്റിയ ആളാ. മൊറയൂർ ഹൈസ്കൂളിൽ ഇവന്റെ 10ാം ക്ലാസ്സിലെ മാർക്ക് ഇതുവരെ ആരും ബ്രേക്ക് ചെയ്തിട്ടില്ല മമ്മൂക്ക. ഹൈ ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിട്ടും ജീപ്പ് ഓടിച്ച് നടക്കുക. പിന്നെ ഞാൻ നിർബന്ധിച്ചാണ് ഇക്കൊല്ലം BA കറസ്പോണ്ടൻസ് കോഴ്സിന് ചേർത്തു. ഇല്ലടാ, അതൊക്കെ നല്ല കാര്യം മമ്മൂക്ക. ഇക്കയുടെ സിനിമ വല്ലതും മോശമായ എന്നെ വിളിച്ച് ചീത്ത പറയും. ഇവൻ ആവേശം കയറിയ സിനിമയിലെ മമ്മൂട്ടിയേക്കാളും കഷ്ടമാണ്. വെറുതെ ആവശ്യമില്ലാതെ നാട്ടുകാരെ ശത്രുത മുഴുവൻ വലിച്ചു വയ്ക്കും. അപ്പോ ഫാൻസുകാരെ പറഞ്ഞു വിടുന്നോ അതോ നമ്മൾ സീൻ വായിക്കുന്നോ? ഫാൻസുകാർ കഴിഞ്ഞിട്ടേ നമുക്ക് എന്തോ ഉള്ളൂ. ഒരു പടം കഴിഞ്ഞാൽ താൻ വേറെ ആളെ അന്വേഷിക്കും. അവന്മാർ എന്നും ഉണ്ടാവും നമ്മുടെ കൂടെ. ഞാനവരൊന്ന് പറഞ്ഞു വിട്ടു. എങ്കിൽ ശരി. എന്ത് പുലിവാലി പറ്റാടാ ഇപ്പൊ വന്നിരിക്കുന്നത്? 1 വേ ടിക്കറ്റിന്റെ 100ാം ദിവസം മമ്മൂക്കെ മഞ്ചേരിയിലേക്ക് ക്ഷണിക്കാൻ വന്നത്. നടന്നതന്നെ. ആ ശരി, ഓക്കെ, ഞാൻ വിളിക്കാം. ഞങ്ങള് എല്ലാവരും ഉണ്ട്. മനുഷ്യന്റെ മനസമാധാനം കെടുത്താൻ ഇപ്പൊ എന്ത് പ്രശ്നമായിട്ടാണ് വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് ആരാന്ന് നിന്റെയൊക്കെ വിചാരം? തെമ്മാടികളോ അതോ തെരുവ് കൊണ്ടാണോ? എടാ, സംഘടനാ പ്രവർത്തനത്തിലായാലും ശരി, വ്യക്തി ജീവിതത്തിലായാലും ശരി, ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യണം. അത് ആദ്യം പഠിക്കും. അല്ല മമ്മൂക്ക, മഞ്ചേരിയിൽ പോസ്റ്റർ ഒട്ടിച്ചിട്ട് മലപ്പുറത്ത് റിലീസ് ചെയ്താ പിന്നെ ഞങ്ങള് മഞ്ചേരി പോസ്റ്റർ ഒട്ടിച്ചിട്ട് മലപ്പുറത്ത് റിലീസ് ചെയ്യാൻ പാടില്ലെന്ന് വല്ല നിയമമുണ്ടോ? എടാ, ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ തീരുമാനിക്കും ഈ പടം എപ്പോ എവിടെയൊക്കെ റിലീസ് ചെയ്യണമെന്ന്. അന്ന് അവിടെ ഇരുന്ന് CA ഞാൻ പറയുന്ന പോലെ കേട്ടു. എല്ലായിരുന്നെങ്കിലോ? ഞങ്ങള് ജയിലിൽ കിടന്നേനെ. മറ്റാർക്കും വേണ്ടിയല്ലോ, മമ്മൂക്കയ്ക്ക് വേണ്ടിയല്ലേ. അഹങ്കാരി. എടാ, ആളുകളെ കൊണ്ട് നല്ലതെന്ന് പറയിപ്പിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാ. ചീത്ത എന്ന് പറയിപ്പിക്കാൻ ഈ സമയം മതി. എന്നാ നിന്റെ പരീക്ഷ? ഒക്ടോബറിലാണ്. ഇതിപ്പോ ഓഗസ്റ്റ്. പരീക്ഷയ്ക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായാലും എന്റെ കൺവെട്ടത്ത് കണ്ടുപോരുത്. ഞങ്ങൾക്ക് വരാവോ? അവന്റെ ടമാഷ. എന്താണ് നിന്റെ വയറ് വെറുതെ? വയറ് നിറച്ച് ലിവറാ. എന്തിന്റെ പോത്തിന്റെ? അല്ല, അത് 1 വേ ടിക്കറ്റിന്റെ 100ാം ദിവസം മമ്മൂക്കായെ മഞ്ചേരിക്ക് കൊണ്ടുവന്നേക്കാമെന്ന് അവിടുത്തെ നാട്ടുകാർക്ക് ഞങ്ങൾ വാക്ക് കൊടുത്താ വന്നിരിക്കുന്നത്. അല്ലടാ, വാക്കുകൊടുത്ത നിങ്ങളല്ലേ? ആ. ഞാനല്ലോ. നീ എന്താടാ പഴം മെഴുകിയ പോലെ നിൽക്കുന്നത്? നിനക്കൊന്നും പറയാനില്ലേ? അത് പറയാമെന്ന് പറയാൻ സമ്മതിക്കില്ലല്ലോ മമ്മൂക്ക. സമ്മതിക്കില്ല. ആര്? 100ാം ദിവസം മമ്മൂക്ക വന്നേ പറ്റൂ. ഞാൻ വരുന്ന കാര്യം അവിടെ നിൽക്കട്ടെ. ഇത്തവണ എന്താ പരിപാടി? ഇത്തവണ ഞങ്ങൾ 5 വീട്ടുകാർക്ക് ഓട് മേഞ്ഞു കൊടുക്കുന്നു മമ്മൂക്ക. അപ്പൊ ഹോസ്പിറ്റൽ സർവീസ് ഒക്കെ നിർത്തിയോ? അത് 2 വർഷമായിട്ട് നടക്കുകയല്ലേ. എല്ലാ വെള്ളിയാഴ്ചയും ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, നിർദ്ധനരായ രോഗികൾക്ക് സൗജന്യ മരുന്ന് വിതരണം നടത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷം കലാഭൂമണിയിൽ ഉദ്ഘാടനം ചെയ്തത് മമ്മൂക്ക് ഓർക്കുന്നില്ലേ? ഇതിനൊക്കെ കാശ് എവിടുന്ന? കാശ് ഞങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ സേവനം ചെയ്യാനുള്ള വരുമാനമൊക്കെ നിങ്ങൾക്കുണ്ടോ? കാശ് തരാൻ ഒരുപാട് ആൾക്കാരുണ്ടോ? മമ്മൂക്ക പിരിവിനിറങ്ങാത്തൊരു കുഴപ്പമുള്ളൂ. അല്ല മമ്മൂക്ക, ഈ പടം ഫാമിലിയാണ്.
ഇല്ല, ഫാമിലി ഇല്ല, ഞാൻ മാത്രമേ അഭിനയിക്കുന്നുള്ളൂ. അല്ല കുടുംബകഥയാണെന്നാ ചോദിച്ചത്. കുടുംബകഥയാണോന്നറിയില്ല, കുടുംബത്തിന് കാണാൻ കൊള്ളാവുന്ന കഥയാണെന്ന്. ഇക്കൊല്ലം ഞങ്ങൾക്ക് ഒരു ആക്ഷൻ വേണം. ആക്ഷൻ നിങ്ങൾ ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം. എങ്ങനെയുണ്ടോ അതിന്റെ വെള്ളോടിയൊക്കെ? ഇല്ല അങ്ങനെ ഒന്നുമില്ലേക്ക. അങ്ങനെ കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ കൊണ്ടോട്ടിന്ന് ഒരു ബാറിൽ നിന്ന് ഒരു തുള്ളി കള്ളു പോലും ആരും എനിക്ക് തരത്തില്ല. അതിനുള്ള ഏർപ്പാടൊക്കെ മമ്മൂക്ക ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. ദുബായിൽ നിന്ന് നിന്റെ അളിയന്റെ കത്തൊക്കെ വരാറുണ്ടോ? അവരുടെ വീട് പണിയാ വണ്ടൂര്. വിളിക്കുമ്പോഴൊക്കെ മമ്മൂക്കാക്ക് തരാനുള്ള കാശിന്റെ കാര്യം മറിച്ചില്ല. പിന്നെ അവര് പറയട്ടെ, അവർക്ക് എന്തെങ്കിലും പറയാൻ വേണ്ടേ? അതും കൊടുക്ക്. കുറച്ച് ചിപ്സാ നമ്മുടെ ഇസ്മയിലിന്റെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ച. എല്ലാവർക്കും കൊടുക്ക്. മുഴുവൻ തീർത്തില്ലെങ്കിൽ ബാക്കി ജോർജിനെ ഏൽപ്പിച്ചാൽ മതി. നമുക്ക് ഷോർട്ട് അടി. അപ്പൊ കാണാം. അല്ല നമുക്ക് അത് 100-ാം ദിവസം ഫംഗ്ഷന്റെ കാര്യം ഡേറ്റിന് ജോർജിനെ വിളിച്ചു പറഞ്ഞാൽ ഫ്രീ ആണെങ്കിൽ ഞാൻ വരാം. പണം വരും പോവുമയ്യ. ചോർച്ചമായുള്ള കൈയാണ്. ലവ് പണ്ണവർക്ക് തേനാണ്, പിണങ്ങിയാലത് നാഗമാണ്. കാര്യത്തിന് വിളിച്ച കിട്ടില്ല. സത്യ മൊബൈലിൽ വിളിച്ചാൽ കിട്ടാറില്ല കുഞ്ഞാപ്പൂനെ. രേഖ കള്ളം പറയില്ലയ്യ. ഏത് രേഖയാ? സിനിമാ നടി രേഖയോ അതോ നമ്മുടെ ചക്കൂരക്കര പോലീസുകാരന്റെ മകളുടെ രേഖയോ? ശാസ്ത്രത്തെ ഇൻസൾട്ട് പണ്ണാതയ്യ. ഇവരോட മംഗല്യ രേഖ തെളിഞ്ഞു വന്നിருக்கு. വരികയാണല്ലോ. കുഞ്ഞാപ്പു ഫാസ്റ്റ് ടീമാ. നീ ഞങ്ങളെ ആരെ അറിയിക്കാതെ കല്യാണം അങ്ങ് നിശ്ചയിച്ചു അല്ലേ? കല്യാണോ? ആര് പറഞ്ഞു? ആര് പറഞ്ഞാലും എന്താ വലിയ കഷ്ടമായി പോയിട്ടോ. എന്താ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു? അതല്ല, പിന്നെ രഹസ്യമാക്കി വെച്ചത്. ഏതായാലും പെണ്ണ് കൊള്ളാം, പിടിക്കുക. ഏത് പെണ്ണ്? ഓ, നീ പിന്നെ ഉരുണ്ട് കളിക്കുക. പെണ്ണും പെണ്ണിന്റെ ഉപ്പാനും കൂടി നിന്റെ കുടിയിലേക്ക് പോയിട്ടുണ്ട്. ആ സക്കാത്ത് ബീരാനൊക്കെയുണ്ട് കൂടെ. സക്കാത്ത് ബീരാനിക്കേന്റെ കൂടെ പെണ്ണോ? നീ അടുത്തെങ്ങാനും ബീരാനക്കാരുടെ പെണ്ണ് കാണാൻ പോയാ? ഇല്ലടാ. അപ്പൊ പെണ്ണിനെ കാണിക്കാൻ കൊണ്ടുവന്നതായിരിക്കും. അയ്യേ, അയാൾ ആ ടൈപ്പ് ഒന്നും അല്ല, പാവം. ബീരാനിക്ക ഫോട്ടോ കാണിക്കൽ നിർത്തി ഇപ്പൊ പെൺകുട്ടികളെ വീട്ടിൽ കൊണ്ടേ കാണിക്കുന്ന രീതി തുടങ്ങിയതാ കേട്ടത്. വലിയ വലിയ സിറ്റിയിലൊക്കെ ഇപ്പൊ അങ്ങനെ. നമുക്ക് വെക്കം വീട്ടിലേക്ക് ചെല്ലാം, അല്ലെങ്കിൽ അതവരങ്ങ് ഉറപ്പിക്കുവേ. ഇവളുടെ നിക്കാഹ് പഠിച്ചോൻ അറിയിച്ച നമ്മ നടത്തും. അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ ബീരാനെ? എന്തായാലും ബീരാനിക്കട ഈ പരിപാടി കൊള്ളാം. മറ്റേത് ഫോട്ടോ കാണുക, പെണ്ണിനെ കാണാൻ അങ്ങോട്ട് പോവുക, ഇതൊന്നുമില്ല. പെണ്ണിനെ വീട്ടിൽ കൊണ്ടേ കാണിക്കും, ഇഷ്ടപ്പെട്ട അപ്പ കല്യാണം. നോക്കണ ഓരോ പരിഷ്കാരങ്ങളെ. എടാ, അത് നമ്മുടെ കൂടെ പഠിച്ച കുട്ടിയാ, ഇക്ബാൽ മാഷിന്റെ മോള്. കുഞ്ഞാപ്പു പെണ്ണ് തരക്കേടില്ല കേട്ടോ. അപ്പൊ പിന്നെ ഒന്നും ആലോചിക്കാനില്ല. അവരുടെ ഇരിപ്പ് കണ്ടിട്ട് എല്ലാം തീരുമാനിച്ചുറപ്പിച്ച മട്ടാ. ആ ദേ വന്നല്ല നമ്മുടെ പുയ്യാപ്പള. ഞാൻ ഒന്ന് പറയട്ടെ. ജഹാംഗീറിന് എന്നെ ഓർമ്മയുണ്ടോ? പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ പേരെന്ന് പറഞ്ഞേ. ഖദീജ, അല്ല കബർനിസ. അല്ല ആ കുട്ടി ഓനെ എന്ത് കീർന്നാ വിളിച്ചത്? ജഹാംഗീർന്ന് അവന്റെ സ്കൂളിലെ പേര്. പണ്ടാറടങ്ങാ, ഇതൊന്നും നേരത്തെ പറയണ്ടേ? ഈ ലാസ്റ്റ് അവസാനം ആലോചിച്ച പെണ്ണ് പോലും പേരിന് പരിഷ്കാരം പോരാന്ന് പറഞ്ഞാ മാറിയത്. ഈ കുഞ്ഞാപ്പു എന്ന പേരിലെ ഒരു ബെടക്ക് പേരാന്നേ. ചന്ദ്രല്ലേ? ചന്ദ്രന് നല്ല മാറ്റണ്ട്. അതെങ്ങനെ മാറാതിരിക്കും? ഈ ചന്ദ്രനെ എനിക്ക് അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ലല്ലോ. അതെ, നമ്മുടെ കാഞ്ഞിരത്തുമെന്ന് വീണ് മരിച്ച ശിവരാമൻ നായരില്ലേ, നമ്മുടെ കച്ചേരിപ്പള്ളിക്ക് ചായക്കളർത്തിണ്ട് പാലില് വെള്ളം ചേർത്തതിന് പോലീസുകാർ പിടിച്ചിട്ട് പോയാ. നിങ്ങളെ കാഞ്ഞിരത്തെന്നല്ല, ഞങ്ങളെ സ്വന്തം കാഞ്ഞിരത്തെന്നാ വീട് മരിച്ചത്. എന്റെ അച്ഛന്റെ കാര്യമാണ് പറയുന്നത്. അതിനുശേഷം ഞങ്ങളുടെ കുടുംബത്തിൽ എത്ര പേര് കട്ടിലെ കിടന്ന് ഡീസന്റ് ആയിട്ട് മരിച്ചു. അതിൽ ഒരാളുടെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്താൻ പാടില്ലായിരുന്നു. ബീരാനിക്കായ്ക്ക് ചവണക്കാരായാലും കൗസല്യ ടീച്ചറിന്റെ കൊച്ചുമോനാ അല്ലേടാ കുഞ്ഞാപ്പു. ഓരോരോ അതിശയങ്ങള് ഇവന്റെ കുടുംബത്തിലുണ്ട് ഒരു ടീച്ചർ. പിന്നെ കുഞ്ഞാപ്പു ഈ വരുന്ന 17-ാം നിക്കാഹ്. അയ്യോ, അത് പിന്നെ മാഷെ, ഞാൻ ബീരാനിക്കയോട് വിവരങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എനിക്ക് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം. ഇവ പണ്ട് എങ്ങനെയാ നിക്കാഹ് കേട്ട ഓൻ ബേജാറാവും. ആ മാഷ് അറിയിക്കോളി, ഒത്തിരി ക്ഷണങ്ങളുള്ളല്ലേ. അത് മാഷെ, അല്ല ഇവിടുത്തെ ഒരു അവസ്ഥ. കുഞ്ഞാപ്പു അത് അതെ, ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കൂല. എനിക്ക് സമ്മതമല്ലെന്ന് പറയുമ്പോ ഓരോ മോളുടെ കല്യാണം കഴിച്ചു വിടുന്നതിന് ഈ എന്തിനെതിര് പറയണ കുഞ്ഞാപ്പു? ഞാൻ കിട്ടൂല. ഇന്നോട് കേട്ടാൻ ആര് പറഞ്ഞു? അപ്പൊ പുതിയാപ്പിള ഞാനല്ലേ? നീ ആദ്യം നിന്റെ പേര് മാറ്റിയേ കുഞ്ഞാപ്പു. എടാ മാഷിന്റെ മോളെ നിക്കാഹ് നിന്നെ ക്ഷണിക്കാൻ വന്നതാ. ഓ, കല്യാണം വിളിക്കാൻ വന്നാണല്ലേ? ഞാൻ വിചാരിച്ചു കല്യാണം കഴിക്കാൻ വന്നാ. ഓ, കല്യാണപ്പുരി എന്ന് പറഞ്ഞ ഒരു പകുതി വേണം. ഇത് പാർട്ടിന്റെ ജില്ലാ സമ്മേളനം പോലെ ആൾക്കാർ വരുന്നു തിന്നുന്നു. മാഷേ, ബാത്തിമാന്റെ കോളേജിൽ നിന്ന് ഒപ്പനക്കാർ വന്നില്ലേ, അവരോട് വരാൻ പറ. കുഞ്ഞാപ്പോ നീ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാ മതിയാ. ആ ചെണ്ടയും മത്തലൊക്കെ ഇട്ടോ ഒന്ന് ഉസാറാക്കടാ. അത് നമ്മൾ ബഷീറേ വാടാ. ആഹാ, നിങ്ങൾ ഒപ്പനക്കാരൊക്കെ ഇവിടെ കിടന്ന് ചുറ്റി കളിക്കുക. അങ്ങോട്ട് ചെല്ലേ പോട്ടെ. ആ
ചോട്ടി ഇതന്നെ ഇവിടെ എന്നും കല്യാണമുണ്ട് ഇന്ന് പൊളിച്ചോണ്ട് പോയില്ലേ? ഇതാര് കുഞ്ഞാപ്പുവോ? ഫാത്തിമ ഫാത്തിമ, എന്റെ നാട്ടുകാര് കക്ഷികൾ വന്നിരിക്കണു. വരുന്നു പറഞ്ഞപ്പോ ഇത്രയും പെട്ടെന്ന് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഞങ്ങളുടെ ജീപ്പിനാ വന്നേ. എന്താ കുഞ്ഞപ്പു വിശേഷിച്ച്? എന്ത് ചെയ്യാനാ ഓരോ പ്രശ്നങ്ങള്. പ്രശ്നം? എന്ത് പ്രശ്നം? അയ്യോ, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾക്ക് ഈ ചുറ്റുവട്ടത്ത് അല്ലറ ചില്ലറ സാമൂഹിക പ്രവർത്തനമൊക്കെ ഉള്ളതുകൊണ്ട് ഓരോരുത്തരുടെ പ്രശ്നങ്ങൾക്കും വേണ്ടി ഞങ്ങൾ തന്നെയാണ് ഓടുന്നത്. പറഞ്ഞു ഫാത്തിമ പറഞ്ഞു, നിങ്ങൾ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന്റെ ഭാരവാഹിയാണല്ലേ? അതെ, ഇവൻ ജില്ലാ സെക്രട്ടറി, ഞാൻ ഖജാൻജി. അതെ. ഇന്നലെ ഫാത്തിമയുടെ കോളേജിൽ നിന്ന് കല്യാണം കൂടാൻ വന്ന കുട്ടികൾ ചേർന്ന് ഒപ്പന കളിച്ചില്ലേ? ആ കൂട്ടത്തിന് ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസ് വേണമായിരുന്നു. എന്താ കല്യാണാലോചന വല്ലതും ആണോ? ആണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഒരു ഫ്രണ്ട് ബഷീർ ഇന്നലെ കല്യാണപ്പുര വെച്ച് ആ പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇരിക്കപ്പുറത്ത് തരുന്നില്ല. എന്നാ വർത്താനം? ബഷീർ പെണ്ണ് കെട്ടി പിള്ളേരുള്ളതല്ലേ? അവന്റെ ഭാര്യ മൂന്നാമത്തെ പേരിന് വീട്ടിൽ പോയിരിക്കും. ഇത് ആ ബഷീർ അല്ല, നിനക്കറിയാത്ത വേറെ ഒരു ബഷീർ ഉണ്ട്. പിന്നെ ഏതാ കല്യാണപ്പുരയില് ഞാൻ അറിയാത്ത ഒരു ബഷീർ വന്നത്? ആട്ടെ, ഈ പെൺകുട്ടിക്ക് ആ ബഷീറിനെ അറിയോ? അറിയാം, അതാണല്ലോ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടത്. അവർ തമ്മിൽ പലയിടത്തും വെച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ പേരറിയില്ല. പേരറിയില്ല. പേര് ചോദിക്കാനുള്ള സാവകാശം ഈ ബഷീറിന് കിട്ടിയില്ല. ആട്ടെ, ഈ കുട്ടി ഏതാ? ഒരു ക്ലൂ തരൂ. ക്ലൂ ഒരു ചുമപ്പ് തട്ടമൊക്കെ ഇട്ടിട്ട് കാണാൻ നല്ല മൊഞ്ചുള്ള കുട്ടിയായിരുന്നേ. ചുവപ്പ് തട്ടമിട്ട ഓ ഓളോ? ഓളുടെ അഡ്രസ് റസിയ ഉമർ, ബാടഞ്ചേരി ഹൗസ്, താനൂർ, മലപ്പുറം. എടാ ചന്ദ്ര, നമുക്ക് ആ സക്കാത്ത് ബീരാനിക്കനെ ഒന്ന് കാണണം. ഹാജരേ 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 ലോകിക്കാരനാണ് ബീരാൻ. ഇത് നമ്മുടെ മോൻ സെയ്തലവി. ഊട്ടിയിലാണ് പഠിച്ചത്. ഊട്ടിയില് മനുഷ്യന്മാരുടെ പെടലേക്ക് പിടിക്കാനാ പഠിച്ചത്? അതോട്ടല്ല അന്ന ഒന്നും മനസ്സിലായില്ല. ഇങ്ങനെ മനസ്സിലാവാത്ത പെടലേക്ക് പിടിക്കണേ എന്തെങ്കിലും ചികിത്സ വേണ്ടേ ഹാജരേ? അത് പിന്നെ ബെല്ലടിക്കാതെ ഓടി വന്ന് കേറിയപ്പോ പിന്നെ ബെല്ലടിക്കാനായിട്ട് ഇത് ലൈൻ ബസ് അല്ലേ? വന്ന് ഓന് നമ്മുടെ രീതികളും പരിഷ്കാരങ്ങളൊക്കെ മറന്നു. 1ാം ക്ലാസ് മുതൽ ഊട്ടിയിലാണ് പഠിച്ചത്. ഇപ്പൊ തൈവാനിലാണ് ജോലി. ഇന്നലെ രാത്രിയിലാണ് വന്നത്. ആടോ, ഇവൻ ഒരു പെണ്ണ് നോക്കണം. ഇത്തവണ അവധി കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് ഇവന്റെ നിക്കാഹ് നടത്തണം. അതെ, എന്താ പറഞ്ഞത്? അതൊക്കെ വിദ്യാഭ്യാസം ഉള്ളവർക്കേ മനസ്സിലാവും. അപ്പൊ ഹാജിയാർക്ക് മനസ്സിലായിട്ടില്ല. എന്താ പറയാൻ അത് ഹാജിയാരെ ഒരു സന്തോഷ വർത്താനം. റസിയ ഉമ്മർ, വടാഞ്ചേരി, താനൂർ PO, മലപ്പുറം. ഇതിലെന്തോ ഗുൽമാലുണ്ടല്ലോ. ഉണ്ടല്ല, ഓനും തമ്മിൽ ലപ്പല്ലേ? മുഹബത്ത്, ഇഷ്ക്, പ്രേമം. ഈ ഒരു അവസരം പറിച്ചോനായിട്ട് കൊണ്ടുത്തന്നതാ. പയ്യന്റെ കടിയും മാറും, കാക്കാന്റെ വിശപ്പ് തീരും. ഏത് കാക്കാൻ? ആ കാക്കല്ല, പറന്നു കിടക്കുന്ന കാക്കച്ചില്ലേ? അതൊരു പഴഞ്ചൊല്ലാണ് മൊയിലാളി. ബിരനെ, ഓനും ഈ പെൺകുട്ടിയും തമ്മിൽ മുഹബത്ത് എന്നുള്ള സത്യ. പിന്നെ ജീപ്പിലോട്ട് കയറ്, നമ്മള് കുപ്പായം മാറി വരാം. ഇതാരാ വരുന്നത്? അസ്സലാമലൈക്കും. അലൈക്കും സലാം. അതെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എനിക്ക് ഇയാൾ അത്രയ്ക്ക് അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. പടച്ചോനെ അറിയില്ലേ? ഇയാളാണ് സക്കാത്ത് ബീരാൻ. സക്കരാത്ത് പറമ്പിൽ ബീരാൻകുട്ടി. പേര് കേട്ട വ്യക്തിയല്ലേ, ആരും അറിയില്ല. ഇയാളുടെ പേരെങ്കിൽ പുറത്താ. കാണാനും പരിചയപ്പെടാനും സാധിച്ചത് വളരെ സന്തോഷം. പിന്നെ എത്ര കാലായിട്ടോ നമ്മള് കണ്ടിട്ട്. ആചാര്യ നമ്മൾ അവസാനമായിട്ട് കണ്ടത് 10ാം നേർച്ചയ്ക്കല്ലേ? അല്ല, ആചാര്യം തമ്മിൽ ഇത്ര വലിയ ലോയിക്കാരാ? സ്കൂൾ മുതലുള്ള പരിചയല്ലേ? സ്കൂളിൽ പോയിട്ടില്ലല്ല. ഞാൻ താനാളൂർ സ്കൂളിൽ പഠിക്കുമ്പോ സ്കൂളിന്റെ മുന്നിൽ ഐസ് കൂട്ട് വെച്ചോടായിരുന്നു മൂപ്പർ. എത്ര ഉറുപ്പ്യന്റെ ഐസ് കൂട്ട എനിക്കും ചങ്ങാതിമാർക്കും കടം തന്നിരിക്കുന്ന അറിയോ? ഇതാണ് ഹാജിയാരി താനാലൂർ ഐസ് ഫാക്ടറി എന്ന് പറഞ്ഞത്.
ഫ്രൂട്ട് കച്ചവടമായിരുന്നല്ലേ? അസല് വീരാനെ ഇനി ഒന്നും ആലോചിക്കേണ്ട തീയതി വെച്ചാലേ ഇങ്ങളല്ലേ അനന്തരവൻ? ഓന്റെ സെൽസം മോശമാവോ? ഉമ്മറെ എന്റെ അനന്തരനായോണ്ട് പറയല്ല ആരാവൻ തേജു പുങ്കവനല്ലേ? എന്തുകൊണ്ട് അവന് ചേരുന്ന പെൺകുട്ടിയെ നമ്മക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ആരിഷ്ടപ്പെട്ട കാര്യം പറയണേ? ആരെ സെലക്ട് ചെയ്ത കാര്യം പറയണേ? ഉമ്മറെ ഇപ്പൊ ചായ കൊണ്ടുവന്ന നിങ്ങളുടെ മോള് തിരൂരങ്ങാടി കോളേജിലല്ലേ പഠിക്കണത്? ഇപ്പൊ ചായ കൊണ്ടുവന്നത് എന്റെ കെട്ടിയോളാ ആമിന. അപ്പൊ നിങ്ങൾക്ക് മോളില്ലേ? ഉണ്ട്. എങ്കി വിളിക്കി. ഓള് കോളേജ് ഹോസ്റ്റലില്ല, തിരൂരങ്ങാടിയില്. മോളുടെ പേര് റസിയ എന്നല്ലേ? അതെങ്ങനെ അറിഞ്ഞു? എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഉമ്മറെ നമ്മൾ വന്നിരിക്കുന്നത്. നിങ്ങളുടെ മോള് മെനിയാന്ന് കൊണ്ടോട്ടിയിൽ ഒരു ചങ്ങാഴ്ചയുടെ കല്യാണപ്പുരയിൽ പോയിരുന്ന. നിങ്ങളുടെ മോക്കൊന്നും പറ്റിയിട്ടില്ല, സമാനായിരിക്കും. പറ്റിയത് നമ്മുടെ അനന്തരവനാണ്, കുഞ്ഞാപ്പൂന്. ഓൻ കല്യാണപ്പുരയെ പോയിട്ട് വന്നേ പിന്നെ ഉറക്കൂല. എന്നിട്ട് അനന്തരവനെ ഡോക്ടർമാരെ ആരും കാണിച്ചില്ല. ഇത് അമ്മാരി രോഗമൊന്നുമില്ല ഉമ്മറെ. സുറ്റി വളവില്ലാതെ പറയാചാരെ. ഉമ്മറെ ഇങ്ങടെ മോള് റസിയനെ കൊണ്ട് ഇമ്മടെ അനന്തരവും കുഞ്ഞാപ്പൂനെ നിക്കാഹ് കഴിപ്പിക്കുന്ന കാര്യം ആലോചിക്കാനാണ് നമ്മൾ വന്നത്. എന്താ ആചാര്യ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ? ചെറുക്കനും പെണ്ണും പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ടു. ഇനി ഇങ്ങടെ സമ്മതമാണ് നമുക്കറിയേണ്ടത്. ആചാര്യ ഉള്ളത് പറയാലോ, ഞാനൊരു പാവം കച്ചവടക്കാരനാണ്. നിങ്ങളെ പോലെയുള്ള ഒരു പ്രമാണിന്റെ വീട്ടിലേക്ക് കെട്ടിച്ചു വിടാനുള്ള മുതലും പണ്ടൊന്നും എന്റെ കയ്യിലില്ല. ശ്രീധരത്തിന്റെ കാര്യമാണ് നിങ്ങൾ പറയണത്. അതൊരു 25 പവനും 2 ലക്ഷം റുപ്യയും. എന്താ പോരെ കൂട്ടി പറയാ? താനെന്താ പുളിയാങ്കുന്നാരെ പറ്റി വിചാരിച്ചത്? നിങ്ങളുടെ സ്ത്രീയനെ കൊണ്ട് ജീവിക്കാൻ വന്ന ചെറ്റകളാണെന്നാ എന്റെ അനന്തരം നിങ്ങളുടെ മോളെയാ ചോദിച്ചത്. അതിന് സമ്മതമാണോ? അതാ നമുക്കറിയേണ്ടത്. എന്നാലും ചെക്കനെ കണ്ട് നമ്മളൊന്ന് സംസാരിച്ച് തീരുമാനം എടുക്കുന്നതല്ലേ ഹാജരെ നല്ലത്. എന്നാ നമ്മുടെ കുടുംബത്തിൽ ആ രീതിയല്ല. ഞാൻ തീരുമാനിച്ച ഓ അനുസരിക്കും, ഓൻ തീരുമാനിച്ച ഞാൻ അനുസരിക്കില്ല. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ വെച്ച് കൈ കൊടുത്ത് വാക്ക് പറയണം. എന്നാലും ചെക്കനെ ഞങ്ങളൊന്ന് കാണാണ്ട് സംസാരിക്കാണ്ടും. നിങ്ങൾ ഇങ്ങോട്ട് വരി. ഉമ്മറെ ഇത് പഴയ കാലമൊന്നുമല്ല. നിങ്ങളുടെ മോളും ഉമ്മടെ അനന്തരവും തമ്മി കഴിഞ്ഞ 16 വർഷമായി സ്നേഹത്തിലാണ്. അതിന് ആചാര്യ ഓക്ക് 21 വയസ്സല്ലായിട്ടുള്ളൂ. 16 വർഷം എന്ന് പറയുമ്പോ 5ാമത്തെ വയസ്സ് മുതൽ പ്രേമോ? പടച്ചോനെ. അതേന്ന് 5ാമത്തെ വയസ്സില് ഓളെ പോളിയോ കുത്തിവെപ്പിന് ചക്കരപ്പറമ്പ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോ ഓളെ അവിടെ വെച്ച് കണ്ടിഷ്ടപ്പെട്ടതാണ്. വർഷങ്ങൾക്ക് ശേഷം പിന്നെ കഴിഞ്ഞ ആഴ്ച കല്യാണപ്പുര വെച്ച് കണ്ടപ്പോ നിക്കാഹ് ഉറപ്പിച്ചു. കാരണവന്മാര് നമ്മളിപ്പോ നടത്തി കൊടുത്തില്ലെങ്കിൽ വിഷമടിക്കാൻ ഒളിച്ചോടാ. എന്റെ മാനം പോണ കാര്യ. എങ്കിൽ ഞമ്മള് നിങ്ങളുടെ വാക്ക് വിശ്വസിച്ച് സമ്മതിച്ചിരിക്കണം.